നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താസന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താസന്ധ്യയിലേക്ക് സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. കേരള കോൺഗ്രസ് എമ്മിന് മുന്നിൽ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് 24-നോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൻ സന്നദ്ധനാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി UDFന് ബന്ധമില്ലെന്നും എന്നാൽ വോട്ട് വേണ്ടെന്ന് പറയില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. 24ന്റെ ഫോർ ദ പീപ്പിൾ പരിപാടിയിലാണ് സണ്ണി ജോസഫ് മനസ്സ് തുറന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നണികളിലും പാർട്ടികളിലും ചർച്ചകൾ സജീവമായിരിക്കെയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയത്. LDF വിടില്ലെന്ന് കേരള കോൺഗ്രസ് എം വ്യക്തമാക്കിയെങ്കിലും UDFന്റെ വാതിലുകൾ തുറന്നു തന്നെയാണെന്ന് KPCC അധ്യക്ഷൻ. ജോസ് കെ മാണിക്ക് UDFിലേക്ക് വരുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? അവരും കൂടെ ആലോചിക്കേണ്ടതാണ്, ഞങ്ങളും കൂടെ ചർച്ച ചെയ്യേണ്ടതാണ്. അല്ല, വാതിലുകൾ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു, അടച്ചിട്ടില്ല എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. വാതിൽ തുറന്നു തന്നെ. പേരാവൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ താൻ തയ്യാർ, എന്നാൽ തീരുമാനിക്കേണ്ടത് നേതൃത്വമെന്നും പ്രതികരണം. ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. താങ്കൾ സന്നദ്ധനാണ്. ഞാൻ നാട്ടുകാരുടെ ആഗ്രഹം, ഞാൻ മത്സരിക്കണമെന്നാണ്. പാർട്ടി തീരുമാനത്തിനനുസരിച്ച് ഞാൻ പോകും. MP-മാർ മത്സരിക്കണോ എന്നതിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. ഷാഫി പറമ്പിൽ എവിടെ നിന്നാലും വിജയിക്കും. പാലക്കാട് ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് വിഷയമാകില്ലെന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുമായി UDFന് ബന്ധമില്ലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. ജമാഅത്തെ ഇസ്ലാമിയുമായി UDFന് ഒരു ബന്ധവുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട, വോട്ട് ആരുടെയും വേണ്ടെന്ന് പറയുന്നില്ല. അപ്പൊ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി UDFന് ഒരു ബന്ധവും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നേതാക്കൾക്ക് CPIM സംരക്ഷണം ഒരുക്കുന്നുവെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു. CPM ഇപ്പോഴും പ്രതികളെ സംരക്ഷിക്കുകയല്ലേ? ഇത്രയും ഗുരുതരമായ ഒരു കേസിൽ ഹൈക്കോടതി ആവർത്തിച്ചു പറയുന്നു, ഈ പ്രതികളുടെ പങ്കാളിത്തം പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ടും അവർക്കെതിരെ പാർട്ടി ഒരു ചെറിയ അച്ചടക്ക നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ കടകംപള്ളി സുരേന്ദ്രനെ ബോധപൂർവം രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ട് എന്നാണോ KPCC പ്രസിഡന്റിന്റെ ആരോപണം? ന്യായമായിട്ടും സംശയിക്കണം. എന്തടിസ്ഥാനത്തിൽ ഇതുവരെയുള്ള നടപടികൾ, ഈ ചോദ്യം ചെയ്യൽ രഹസ്യമാക്കി വെച്ചത്? തിരഞ്ഞെടുപ്പിൽ ചുരുങ്ങിയത് 100 സീറ്റ് നേടി UDF അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസമാണ് KPCC അധ്യക്ഷൻ പ്രകടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് 24. തെരഞ്ഞെടുപ്പിന് മുൻപ് വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരാമർശം ചർച്ചയാകുന്നു. പരാമർശത്തിൽ വ്യത്യസ്ത പ്രതികരണങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു. അതേസമയം വിസ്മയം പ്രതികരണത്തിൽ കോൺഗ്രസിനെ പരിഹസിക്കുകയാണ് CPIM. തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങളുണ്ടാവും. UDFന്റെ മക്കളേക്ക് കക്ഷികളും LDFിലുള്ള കക്ഷികളും NDAയിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDFന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. മുന്നണി വിപുലീകരണം സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഈ പ്രതികരണം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിസ്മയം കേരള കോൺഗ്രസ് അല്ലെന്ന് വ്യക്തമായതോടെ ഇക്കാര്യത്തിൽ നേതാക്കളുടെ പ്രതികരണം ഇങ്ങനെ. ഞങ്ങൾ ഒരു വിസ്മയത്തെക്കുറിച്ചും നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുക. ആയിഷ പോറ്റിയെ പോലെ ഒരു പ്രഗത്ഭയായിട്ടുള്ള ഒരു നേതാവ്, അവർ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് CPM വിട്ട് കോൺഗ്രസിൻ്റെ ഒരു വേദിയിൽ പരസ്യമായിട്ട് വന്ന് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത് രാഷ്ട്രീയത്തിലൊരു വിസ്മയമല്ലേ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് യാഥാർത്ഥ്യമായല്ലോ. അപ്പൊ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിസ്മയത്തിന്റെ ഒരു അടരാണ് നമ്മൾ കണ്ടത്. തുടക്കമാണ്, ഇനിയും തുടർച്ചയുണ്ടാവും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF തോൽവിയാണ് വരാനിരിക്കുന്ന വിസ്മയമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പരിഹസിച്ചു. കോൺഗ്രസിലെത്തിയ ആയിഷ പോറ്റിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് വിസ്മയം പരാമർശത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. യഥാർത്ഥ വിസ്മയം എന്ന് പറയുന്നത് ജയിക്കാൻ പോകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് കണക്കുകൂട്ടുന്ന UDFന്റെ ആസന്നമായ തോൽവിയാണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന വിസ്മയം. ഇപ്പോൾ വിസ്മയം തീർക്കുമെന്നാണ് VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. വിസ്മയം തീർക്കുമത്രേ, വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും. അങ്ങനെ അത്ഭുതം സംഭവിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടാണ് ആരെ പിടിച്ചത്? ആയിഷ പോറ്റി. തെരഞ്ഞെടുപ്പിന് മുൻപ് കൂടുതൽ നേതാക്കളെയും കക്ഷികളെയും മുന്നണിയിലേക്ക് എത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് UDF. ന്യൂസ് ഡെസ്ക് 24. LDFിൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കിയിട്ടും കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തെ ചൊല്ലി വിവാദം തുടരുകയാണ്. ജോസ് കെ മാണിയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന വാദം ആവർത്തിക്കുകയാണ് UDF നേതാക്കൾ. ഇതിനിടെ കേരള കോൺഗ്രസ് എമ്മിന് മുന്നിൽ വാതിലുകൾ അടച്ചിട്ടില്ല എന്ന പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്തെത്തി. മുന്നണി മാറ്റമില്ലെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കിയെങ്കിലും UDF നേതാക്കൾ പ്രതീക്ഷ കൈവിടുന്നില്ല. ജോസ് കെ മാണിയോട് കടുത്ത നിലപാട് വേണ്ടെന്ന പൊതുധാരണയെ തുടർന്നാണ് കരുതലോടെയുള്ള പ്രതികരണങ്ങൾ. നമ്മുടെ നിലപാട്
സമാന ചിന്താഗതിയുള്ള ആളുകളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞല്ലോ, അടച്ചു എന്ന് പറയാത്തിടത്തോളം കാലം എന്താ തുറന്നു തന്നെ കിടക്കും. ഞങ്ങൾ അടച്ചു തൊട്ട് പറഞ്ഞിട്ടുമില്ല, അങ്ങനെ കിടക്കട്ടെ. കേരള കോൺഗ്രസ് എമ്മുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന വാദം ആവർത്തിക്കുകയാണ് UDF നേതൃത്വം. ഒരു ചർച്ചയും നടന്നിട്ടില്ല. UDFുമായി ബന്ധപ്പെട്ട് വരാൻ കഴിയുന്നവർ വരട്ടെ, പക്ഷേ അത് അവരുടെ ആവശ്യപ്രകാരം മാത്രമേ ആയിരിക്കുകയുള്ളൂ. സമ്മർദ്ദം ചെലുത്തി ഞങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കില്ല. LDFിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്ന് കേരള കോൺഗ്രസ് എം ഉറപ്പിച്ചു പറഞ്ഞെങ്കിലും അണികൾക്കിടയിൽ ആശയക്കുഴപ്പം മാറിയിട്ടില്ല. ഇത് രാഷ്ട്രീയമായി അനുകൂലമാകുമെന്നാണ് UDF പ്രതീക്ഷ. ഇനിയും കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിക്കുന്നത് ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ടാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മന്ത്രി VN വാസവന്റെ വിമർശനം. ഞങ്ങൾ തന്നെ രക്ഷപ്പെടുകയല്ല, ഞങ്ങളെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് പരാജയത്തിന്റെയും അല്ലെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം ഇല്ലായ്മയുടെയും ദൃഷ്ടാന്താണ് ഞാൻ തുറന്നിട്ടിരിക്കുന്നു വരണേ എന്ന് പറയുന്നത്. കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം ഇങ്ങനെ. അദ്ദേഹത്തെ നിലപാട് കൃത്യമായി അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും LDF വിട്ട് കേരള കോൺഗ്രസ് എങ്ങോട്ടും പോകുന്നില്ലെന്ന്. ആ വാക്കിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പൂർണ്ണമായും വിശ്വാസമാണ്. മുന്നണി മാറ്റം സംബന്ധിച്ച വാദങ്ങൾ പാർട്ടി ചെയർമാൻ തള്ളിയെങ്കിലും നാളെ നടക്കുന്ന കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയരും. 24 കോട്ടയം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ദ്വാരപാലക കേസിൽ കൂടി തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി SIT. കേസിൽ ഇന്നലെ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുന്നംഗം KP ശങ്കരദാസിനെ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ആശുപത്രിയിലെത്തി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തനെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും. ശബരിമലയിൽ അഭിഷേകം ചെയ്ത നെയ്യ് വിതരണത്തിലെ ക്രമക്കേടിൽ വിജിലൻസ് കേസെടുത്തു. 2019 സമാനമായി 2024 ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതിനാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തനെ വീണ്ടും ചോദ്യം ചെയ്യുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടും രേഖകളിലെ പൊരുത്തക്കേടുകളിലുമാണ് ചോദ്യം ചെയ്യാനുള്ള തീരുമാനം. ഇതിനിടെ ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. നേരത്തെ കട്ടിളപ്പാളി കേസിലായിരുന്നു തന്ത്രിയുടെ അറസ്റ്റ്. തിരുവനന്തപുരം സബ് ജയിലിലെത്തിയാണ് തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്നലെ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുന്നംഗം KP ശങ്കർദാസിനെ കോടതി റിമാൻഡ് ചെയ്തു. കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി PS മോഹിത് ശങ്കർദാസ് ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരം SP മെഡിഫോർട്ട് ആശുപത്രിയിൽ എത്തിയാണ് റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കിയത്. നാളെ KP ശങ്കർദാസിന്റെ ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. അതേസമയം ആടിയ നെയ് ക്രമക്കേടിൽ വിജിലൻസ് കേസെടുത്തു. SP മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനാണ് അന്വേഷണത്തിന്റെ ചുമതല. പ്രാഥമിക പരിശോധനയിൽ 36 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയെന്ന് വിജിലൻസ് അറിയിച്ചു. 24 തിരുവനന്തപുരം. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വീണ്ടും റിമാൻഡിൽ. രാഹുലിനെ മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റി. രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല മാജിസ്ട്രേറ്റ് കോടതി നാളെ പരിഗണിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്നും പ്രതിഷേധമുണ്ടായി. 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയിൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും കാര്യമായി മുന്നോട്ടു പോയില്ല. ബലാത്സംഗം നടന്നതായി പരാതിക്കാരി പറഞ്ഞ തിരുവല്ല ക്ലബ് 7 ഹോട്ടലിൽ മാത്രമാണ് രാഹുലുമായി തെളിവെടുപ്പ് നടത്തിയത്. പരാതിക്കാരിയുമായി ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നു എന്നതല്ലാതെ രാഹുൽ ഒന്നും വിട്ടുപറഞ്ഞില്ല. ഒന്നിലധികം ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മൊബൈൽ ഫോണിലെ നിർണായക ഡാറ്റകൾ ലാപ്ടോപ്പിലേക്ക് പകർത്തി സൂക്ഷിച്ചെന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. ഈ ലാപ്ടോപ്പ് എവിടെയെന്നും രാഹുൽ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയില്ല. അടൂരിലെ വീട്ടിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ലാപ്ടോപ്പ് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ഡിജിറ്റൽ തെളിവുകളുടെ ശേഖരണത്തിന് പാലക്കാട് പ്രതിയുമായി പോകണമെന്ന് SIT കോടതി അറിയിച്ചിരുന്നു. എന്നാൽ ചുരുങ്ങിയ കസ്റ്റഡി കാലാവധിയിൽ പാലക്കാട് യാത്രയും മുടങ്ങി. ആദ്യ ദിവസം മുതലുണ്ടായ കടുത്ത പ്രതിഷേധങ്ങളും രാഹുലിനെ പുറത്തിറക്കിയുള്ള തെളിവെടുപ്പിന് വെല്ലുവിളിയായി. പത്തനംതിട്ട മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ രാഹുലിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്കുള്ള വഴിയിൽ രാഹുലുമായി വന്ന പോലീസ് വാഹനത്തിന് നേരെ യുവമോർച്ച പ്രവർത്തകർ ചീമുട്ട എറിഞ്ഞു. രാഹുലിന്റെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. 24 പത്തനംതിട്ട. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം ഉൾക്കൊണ്ട് CPIMന്റെയും CPIയുടെയും ഗൃഹസന്ദർശന പരിപാടിക്ക് തുടക്കമായി. നേതാക്കളും പ്രവർത്തകരും ജനങ്ങളെ നേരിട്ട് കേൾക്കുന്ന പരിപാടി ഒരാഴ്ച നീണ്ടു നിൽക്കും. ഇതിനിടെ ഗൃഹസന്ദർശന പരിപാടിയുടെ മാർഗരേഖ CPIM തയ്യാറാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി ഉൾക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയത്തിലേക്ക് LDFനെ എത്തിക്കുക എന്നുള്ളതാണ് ഗൃഹസന്ദർശന പരിപാടിയുടെ ലക്ഷ്യം. പാർട്ടിയുടെ നയങ്ങളും ഭരണനേട്ടങ്ങളും വിശദീകരിക്കുന്നതിനൊപ്പം ജനങ്ങൾക്കുള്ള പരാതികളും നിർദ്ദേശങ്ങളും കേൾക്കും. തിരുവനന്തപുരം മണ്ണന്തലയിൽ CPIMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി പരിപാടിക്ക് നേതൃത്വം നൽകി. ആള് വളരെ ഗൗരവമായിട്ട് ഈ ഗൃഹസന്ദർശനത്തോട് പ്രതികരിക്കുകയുണ്ടായി. CPIMനും LDFനും ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ച തരത്തിലുള്ള വിജയം ഉണ്ടായില്ല. പല സ്ഥലത്തും തിരിച്ചടികളുണ്ടായി.
മന്ത്രിമാരും MLA-മാരും മുതിർന്ന നേതാക്കളുമടക്കം ഓരോ ജില്ലകളിലും വീടുകളിൽ നേരിട്ടെത്തുന്നുണ്ട്. ആലപ്പുഴയിൽ ബിനോയ് വിശ്വം നേതൃത്വം നൽകി. പാർട്ടി സഖാക്കൾ എല്ലാ ബ്രാഞ്ചുകളിലെയും എല്ലാ വീടുകളിലും പോകും. സംസാരിക്കുന്ന കൂടെ രാഷ്ട്രീയം പറയും, അനുഭവങ്ങൾ പറയും, നിർദ്ദേശങ്ങൾ കേൾക്കും, ഉപദേശങ്ങൾ ആരായും, വിമർശനമുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളൂ. ഇതിനിടെ ഗൃഹസന്ദർശനത്തിന്റെ മാർഗരേഖ CPIM തീരുമാനിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ച തുടങ്ങി. ജനങ്ങൾക്ക് പറയാനുള്ളത് ക്ഷമാപൂർവ്വം കേൾക്കണം. തർക്കിച്ചു ജയിക്കാനല്ല, ശരിയായ ധാരണയിലെത്തിക്കാൻ ക്ഷമാപൂർവ്വം ഇടപെടണം. വർഗീയ സംഘടനകളെ വിമർശിക്കുന്നത് CPIM മുസ്ലിം വിരുദ്ധ സമീപനമല്ല സ്വീകരിക്കുന്നതെന്നും വ്യക്തമാക്കണം. ശബരിമല വിഷയത്തിൽ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തതും വിശദീകരണത്തിലുണ്ടാവണം. രാഷ്ട്രീയക്കാരനായാലും തന്ത്രിയായാലും കുറ്റം ചെയ്തവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും ജനങ്ങളെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. 24 തിരുവനന്തപുരം. ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ക്രൂ 11 സംഘം സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചെത്തി. സംഘത്തിലെ ഒരാളുടെ ആരോഗ്യ പ്രശ്നം മൂലം ദൌത്യം പാതി വഴിയിൽ അവസാനിപ്പിച്ചാണ് ഇവരുടെ മടക്കം. 165 ദിവസമാണ് 4 സംഘം ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞത്. സെന കാർഡ്മാൻ, മൈക്ക് ഫിൻകെ, കിമിയ യുയി, ഒലേഗ് പ്ലാറ്റ്നോവ്. ഡ്രാഗൺ പേടകത്തിന്റെ വാതിൽ തുറന്ന് 4 സംഘം പുറത്തെത്തിയപ്പോൾ നാസയ്ക്കത് പുതുചരിത്രം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ 25 വർഷത്തെ ചരിത്രത്തിലെ ആദ്യ മെഡിക്കൽ ഇവാക്യുവേഷനാണ് നാസ വിജയകരമായി പൂർത്തിയാക്കിയത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ക്രൂ 11 സംഘം ബഹിരാകാശത്തെത്തിയത്. ഫെബ്രുവരി പകുതിയോടെ മടങ്ങിവരാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. സംഘത്തിൽ ആർക്കാണ് ആരോഗ്യപ്രശ്നമെന്നോ എന്താണ് അസുഖമെന്നോ നാസ വ്യക്തമാക്കിയിട്ടില്ല. പുലർച്ചെ 3:30 നിലയത്തിൽ നിന്നുള്ള പേടകത്തിന്റെ അൺഡോക്കിംഗ് പൂർത്തിയാക്കി. ഉച്ചയ്ക്ക് 2:11 പസഫിക് സമുദ്രത്തിൽ പേടകമിറങ്ങി. 1 മണിക്കൂറോളം നീണ്ട വീണ്ടെടുക്കൽ പ്രക്രിയയ്ക്ക് ശേഷം പുറത്തെത്തിയ 4 പേരും സുരക്ഷിതരാണ്. ന്യൂസ് ഡെസ്ക് 24. ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവ വാർത്തകളിലേക്ക്. തൃശൂരിൽ കലാപൂരം. സർവകലാപൂരം പ്രസന്റഡ് ബൈ UGS ഗോൾഡ് ലോൺ. വാർഷിക പലിശ 4% മാത്രം. പവേർഡ് ബൈ ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. കോ-സ്പോൺസർഡ് ബൈ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ലക്ഷ്യം മർച്ചന്റ് നേവി ആണെങ്കിൽ മാർഗം മാഡം ക്യൂറി എൻട്രൻസ് അക്കാദമി, തൃശൂർ. സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. 64ാമത് സംസ്ഥാന കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 374 പോയിന്റുമായി കണ്ണൂരാണ് മുന്നിൽ. കോഴിക്കോടും ആതിഥേയ ജില്ലയായി തൃശൂരും 372 പോയിന്റുമായി 2ാം സ്ഥാനത്താണ്. 25 വേദികളിലായി 58 മത്സരങ്ങൾ ഇന്ന് വേദിയിലെത്തി. നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കിയാണ് തിരുവാതിരക്കളിയും നാടകവും ഉൾപ്പെടെയുള്ള ജനപ്രിയ ഇനങ്ങൾ അരങ്ങേറിയത്. തൃശൂരിലെ സ്കൂൾ കലോത്സവ വേദിയിൽ നിന്നായിരുന്നു ഇന്നത്തെ പ്രത്യേക മോർണിംഗ് ഷോ. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ കലോത്സവത്തിൽ പങ്കെടുക്കുന്നവരുമായും കാണികളുമായും സൗഹൃദം പങ്കിട്ടു. വിദ്യാർത്ഥികൾ 24-നായി കലാപ്രകടനങ്ങൾ നടത്തി. വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ മണ്ണിതിൽ ഇഴയുന്ന മനുഷ്യനോ പൂരനഗരിയിൽ സ്കൂൾ കലോത്സവത്തിന്റെ ആവേശം കൊട്ടിക്കയറുമ്പോൾ ആ ആവേശത്തിന്റെ ഭാഗമാകാൻ കലോത്സവ വേദിയിൽ നിന്നുമായിരുന്നു 24-ന്റെ പ്രത്യേക മോർണിംഗ് ഷോ. വർദ്ധിത ഊർജവുമായി R. ശ്രീകണ്ഠൻ നായർ എത്തിയപ്പോൾ കുട്ടികളും കാണികളും 24-നൊപ്പം ചേർന്നു. വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടിയും റവന്യൂ മന്ത്രി കെ. രാജനും മോർണിംഗ് ഷോയിൽ SKN-നൊപ്പം ചേർന്നു. 14,000 കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും ടീച്ചർമാരും ബന്ധുക്കളും സ്വന്തക്കാരും നാട്ടുകാരും ഒക്കെ ഏതാണ്ട് ഒരു റൗണ്ട് ഔട്ട് 1,00,000 ആൾക്കാർ വന്നിറങ്ങുന്ന സ്ഥലത്ത് അവരുടെ ഭക്ഷണം, താമസ സൗകര്യം, അവരുടെ ട്രാവലിംഗ്, ട്രാഫിക് ബ്ലോക്ക്, ജഡ്ജസിനെ കൊണ്ടുവരൽ, ഇതെല്ലാം അവസാനം നമുക്കിനി 18-ാം തീയതി ഒരു 7 മണിയോടുകൂടി ഒരു 1,00,000-ത്തോളം പേർക്ക് ഭക്ഷണം കൊടുക്കാവുന്ന വിധത്തിൽ നമ്മൾ സജ്ജമാണ്. എല്ലാ സമയത്തും രാവിലെ തന്നെ ആരംഭിക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം 4 മണി വരെ ഉച്ചഭക്ഷണം നീണ്ടു. ഏതാണ്ട് 3:30-4 മണി വരെ നീണ്ടു. ചായ തുടങ്ങും വരെ നീണ്ടു. വിവിധ സ്കൂളിലെ കുട്ടികൾ 24-നായി കലാപ്രകടനങ്ങൾ നടത്തി. ഞാൻ കൊട്ടും കൊട്ടീന് മൊഴികേട് വന്നാല് അറിവുള്ളോരച്ഛന്മാര് അറിവ് ചൊല്ലിത്തരണേ.
കലാമേളയ്ക്കായി ആഹാരം തയ്യാറാക്കുന്ന പഴയിടം മോഹനൻ നമ്പൂതിരിയുമായും കലവറയിലെത്തി SKN സൗഹൃദം പങ്കിട്ടു. ഏതാണ്ട് 60,000 പേര് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമായിട്ട് കഴിച്ചുകൊണ്ട്. ഇന്നലെ മില്ലറ്റ് ദോശ ഉണ്ടായിരുന്നു. ഇന്ന് സ്പെഷ്യൽ എന്താണ്? ഇന്ന് ഇഡ്ഡലി. ഇന്ന് മില്ലറ്റ് ഒന്നുമില്ല. അല്ല, ഇന്നലത്തെ ദോശ ഇവരെല്ലാം എന്നെ കൊതിപ്പിച്ചു കേട്ടോ പറഞ്ഞു. മില്ലറ്റ് ദോശയാ. സ്പെഷ്യൽ പായസം എന്താണ്? ഇന്ന് പാലടയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ട്രഡീഷണൽ അത് ന്യൂസ് ഡെസ്ക് 24. രാഷ്ട്രീയ കൺസൾട്ടൻസി സ്ഥാപനമായ ഐപാക്കിന്റെ ഓഫീസുകളിലെ ED റെയ്ഡുമായി ബന്ധപ്പെട്ട കേസിൽ പശ്ചിമബംഗാളിലെ മമതാ ബാനർജി സർക്കാരിന് തിരിച്ചടി. EDക്കെതിരെ ബംഗാൾ പോലീസ് എടുത്ത കേസ് നടപടികൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ഐപാക്കിനെതിരായ അന്വേഷണം ബംഗാൾ സർക്കാർ തടസ്സപ്പെടുത്തിയെന്ന EDയുടെ ഹർജി ഗൌരവതരമെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. ഐപാക്ക് പരിസരത്തെ CCTV ദൃശ്യങ്ങൾ നഷ്ടപ്പെടരുത് എന്നും ഡിജിറ്റൽ ഡിവൈസുകൾ സംരക്ഷിക്കണമെന്നും സംസ്ഥാന സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയിലെ കോർപ്പറേഷനുകളിലേക്ക് നടന്ന വോട്ടെടുപ്പ് പൂർത്തിയായി. പലയിടത്തും തെരഞ്ഞെടുപ്പ് ക്രമക്കേട് ആരോപണങ്ങൾ ഉയർന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണങ്ങൾ നിഷേധിച്ചു. നാളെയാണ് വോട്ടെണ്ണൽ. രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ അടക്കം 29 കോർപ്പറേഷനുകളിൽ ജനം വിധിയെഴുതി. രാവിലെ 7:00 പോളിംഗ് തുടങ്ങി. ചലച്ചിത്ര താരങ്ങളടക്കം പ്രമുഖർ ഏറെയും മുംബൈയിലാണ് വോട്ട് ചെയ്തത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ദിവസവും വ്യാപകമായ ക്രമക്കേട് നടക്കുന്നതായി പലയിടത്തു നിന്ന് പരാതി ഉയർന്നു. എളുപ്പം മായ്ക്കാവുന്ന മഷി വിരൽ പുരട്ടുന്നതായി ആം ആദ്മി പാർട്ടിയുടെ മുംബൈ അധ്യക്ഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആദ്യം പരാതിപ്പെട്ടത്. പിന്നാലെ കോൺഗ്രസ് നേതാവ് സച്ചിൻ സാവന്തും ഇതേ പരാതി ഉന്നയിച്ചു. നവി മുംബൈയിലെ വോട്ടർമാർക്ക് BJP പാർട്ടി ചിഹ്നമടങ്ങിയ പ്രത്യേക സ്ലിപ്പ് നൽകിയതിനെതിരെ പ്രതിഷേധമുണ്ടായി. മുംബൈയിലെ ന്യൂട്ടൺ മറാഠി സ്കൂളിൽ നോട്ടൊക്കെ ചെയ്യുന്ന വോട്ട് BJPക്ക് പോകുന്നതായി പരാതി ഉയർന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരുപറ്റം വോട്ടർമാർ രേഖാമൂലം പരാതി നൽകി. തർക്കമായതോടെ പോളിംഗ് മെഷീൻ മാറ്റി. മുംബൈയിൽ നിന്നും വരുംപുടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. കണ്ണൂർ പേരാവൂരിൽ 1 കോടി രൂപ സമ്മാനം ലഭിച്ച സ്ത്രീശക്തി ലോട്ടറി ടിക്കറ്റ് തട്ടിയെടുത്തു. പേരാവൂർ സ്വദേശി സാദിഖിന് സമ്മാനം ലഭിച്ച ടിക്കറ്റാണ് തട്ടിയെടുത്തത്. ടിക്കറ്റ് ബ്ലാക്കിന് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ ആണ് വാങ്ങാനെത്തിയവർ തട്ടിയെടുത്തത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, ഈ ടിക്കറ്റ് ബ്ലാക്കിൽ വിൽക്കാൻ ശ്രമിച്ചു, അതിനിടെ അത് വാങ്ങാനെത്തിയവർ തന്നെ തട്ടിയെടുത്തുകൊണ്ട് പോയി എന്നതാണോ? അങ്ങനെയാണ് അനുജ. അതായത് ഈ 30 സ്വദേശിയായി സാദിഖിന് അടിച്ചത്. അതിനുശേഷം ഈ ടിക്കറ്റ് ഇയാൾക്കാണ് ഈ സമ്മാനം അടിച്ചത് എന്നുള്ളത് ആ നാട്ടിൽ മുഴുവൻ പരക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഇയാളുടെ ഒരു സുഹൃത്ത് ഈ സാദിഖിനെ സമീപിച്ച് പറഞ്ഞു, ഇത് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ടാക്സ് എല്ലാം പോയി കഴിഞ്ഞാൽ 60% തുക മാത്രമേ കിട്ടുകയുള്ളൂ. ഏതാണ്ട് 58 ലക്ഷം രൂപ മാത്രമേ കയ്യിൽ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇത് പുറത്ത് ബ്ലാക്കിന് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പണം കൊടുക്കാമെന്ന് ഈ സാദിഖിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ടിക്കറ്റ് ഈ സംഘം എത്തുന്നത് വരെ കൈവശം വച്ചിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇന്നലെ അവിടെ ഈ മണത്തണ എന്ന് പറയുന്ന സ്ഥലത്ത്, പേരാവൂരിലെ മണത്തണ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിന് സമീപം ഈ കരിഞ്ചന്ത സംഘം ഒരു കാറിൽ എത്തുകയായിരുന്നു. അതിനുശേഷം ഈ സിദ്ദിഖ് ഈ ടിക്കറ്റ്, സമ്മാനം അടിച്ച ടിക്കറ്റ് സുഹൃത്തിന്റെ കയ്യിൽ കൊടുത്തു. ഈ സുഹൃത്ത് ഈ കരിഞ്ചന്ത സംഘത്തിന് കൈമാറാനായി കാറിനകത്തേക്ക് കയറിയപ്പോഴാണ് ഇവർ ഈ ടിക്കറ്റ് കൈക്കലാക്കിയ ശേഷം ഈ സുഹൃത്തിനെ മർദ്ദിച്ച് അവർ കടന്നു കളഞ്ഞത്. അങ്ങനെയാണ് ഈ സംഭവം. അതിനുശേഷം ഈ സാദിഖ് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒരാളെ പിടികൂടിയിട്ടുള്ളത്. ചക്കാട് സ്വദേശിയായിട്ടുള്ള ഷുഹൈബിനെയാണ് പിടികൂടിയത്. ഈ സംഘത്തിൽ കൂടുതൽ പേർ ഉള്ളതായിട്ട് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പേരാവൂരിലാണ് 1 കോടി രൂപ സമ്മാനം ലഭിച്ച സ്ത്രീശക്തി ലോട്ടറി ടിക്കറ്റ് തട്ടിയെടുത്തത്. ആഭ്യന്തര സംഘർഷം തുടരുന്ന ഇറാനിൽ നിന്ന് പൗരന്മാരെ തിരികെ എത്തിക്കാൻ ഇന്ത്യ മടങ്ങിവരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ തിരികെ കൊണ്ടുവരും. ഇതിനായുള്ള ഒരുക്കങ്ങൾ നടത്തിവരുന്നതായി വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.